പേപ്പർ ഫ്ലവർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ബൊക്കറ്റ്സ് ഉണ്ടാക്കി നോക്കിയാലോ? സാധാരണ നമ്മൾ പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് ബൊക്കറ്റ്സ് ഉണ്ടാക്കാറ്. എന്നാൽ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ, നമുക്ക് പേപ്പർ ഫ്ലവർ ഉപയോഗിച്ചിട്ട് ബൊക്കറ്റ്സ് ഉണ്ടാക്കി നോക്കാം. ഈ രീതിയിൽ ഞാൻ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പറാണ് ഇത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബൊക്കറ്റ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഫ്ലവേഴ്സ് എടുക്കാം. ഞാനിവിടെ ഇത്ര ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ചട്ടയോ ചാർട്ട് പേപ്പറോ എന്തോ ആവാം, അതെടുക്കാം. കുറച്ച് കട്ടി ഉണ്ടാവണമെന്നേ ഉള്ളൂ. അത് ഈ രീതിയിൽ നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ മടക്കിയതിന് ശേഷം നമ്മൾ നല്ല സെക്യൂറായിട്ട് ഒട്ടിക്കണം, അല്ലെങ്കിൽ അത് പോരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ അത് മടക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ബൊക്കറ്റ്സ് കുറച്ച് കനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് റഫ് പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേപ്പർ ആയതുകൊണ്ട് തന്നെ കനം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പേപ്പേഴ്സും കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഒരു A4 എടുത്തിട്ട് നന്നായിട്ട് അത് റാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ റോസാപ്പൂക്കളും അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. ശേഷം ഒരു കറുത്ത ചാർട്ട് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ നല്ല ഭംഗിയുള്ള ബൊക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലൊരു ഇതും കൂടി കെട്ടിക്കൊടുക്കുക. അപ്പം നമ്മുടെ പേപ്പർ ക്രാഫ്റ്റ് ബൊക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് അടിക്കുക.